മുതലേ ഇൻസുലിനാണോ എടുക്കുന്നത്? തുടക്കം മുതലേ ഇൻസുലിനാണ് എടുക്കുന്നത്. ശരി. ആശുപത്രിയിൽ പെട്ടെന്ന് ഷുഗർ വല്ലാതെ കൂടി അങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലാണോ കണ്ടുപിടിച്ചത്? ഒരു 2 വർഷം കൊണ്ട് അങ്ങനെയൊന്നും വരുന്നില്ല. അല്ല, തുടക്കത്തിൽ കണ്ടുപിടിക്കുമ്പോ അങ്ങനെയായിരുന്നു? തുടക്കത്തിൽ പനിയായിരുന്നു. പനിയായിട്ട് SIT കൊണ്ടുവന്ന് അവിടുത്തെ ഡോക്ടർ ചികിത്സയിലായിരുന്നു. അത് ശരി. ഇത് കുട്ടികളിൽ കണ്ടുവരുന്ന ഡയബറ്റീസ് സാധാരണയായി നമ്മുടെ ഇൻസുലിൻ വേണ്ടി വരുന്ന ഒരു ഡയബറ്റീസ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാണ് ഇതിന് പറയുക. ഇൻസുലിൻ എന്തായാലും എടുത്തിരിക്കേണ്ടതാണ്. കാരണം മകളാണോ മകനാണോ? മകളുടെ ശരീരത്തിൽ ഇൻസുലിന്റെ പൂർണ്ണമായ അഭാവം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മറ്റ് പല ഇൻഫെക്ഷനുകളും ഇതിനെ ആ കുട്ടികളിൽ ഇൻസുലിന്റെ അഭാവം ഉണ്ടാക്കാവുന്ന പാൻക്രിയാസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. മാഡം വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം ഈ ഒരു ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം അതിന്റെ ഒരു വ്യത്യാസം എന്താണ്? നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പലതരത്തിലുള്ള പ്രമേഹമുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, പിന്നെ മറ്റു തരത്തിലുള്ള പ്രമേഹ രോഗങ്ങൾ. അപ്പൊ ടൈപ്പ് 1 ആണ് കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ടൈപ്പ് 1 ഇൻസുലിന്റെ പൂർണ്ണമായ അഭാവം ആണ് ടൈപ്പ് 1 കാണുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഇൻസുലിന്റെ കുറവും പിന്നെ ശരീരത്തിലുള്ള ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്. മുതിർന്നവരിൽ കാണുന്ന ഡയബറ്റീസിന്റെ 90% ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അപ്പോ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ, ഇൻസുലിൻ കൊടുത്തേ തീരും. കാരണം ഇൻസുലിന്റെ പൂർണ്ണമായിട്ടുള്ള അഭാവമാണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ഒരിക്കലും അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ പൂർണ്ണമായിട്ട് ഇൻസുലിൻ ഇല്ലാതെ ആവുന്നില്ല. അപ്പൊ ഗുളികകളെ കൊണ്ട് കുറെ കാലങ്ങളോളം ഉള്ള ഇൻസുലിനെ ശരിയായി ആക്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ട് ഗുളികകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളിൽ ഏതായിരിക്കും കൂടുതലായിട്ട്? കുട്ടികളിൽ ടൈപ്പ് 1 ആണ് കൂടുതൽ. പക്ഷേ അപകടകരമായ ഒരു പ്രവണത ഇപ്പോൾ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസും കൂടി കുട്ടികളിൽ കൂടുതലായി വരികയാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ പലതാണ്. അമിതമായ വണ്ണം, വ്യായാമക്കുറവ്, ഇതെല്ലാം മുതിർന്നവരിലായിരുന്നു ഒരു 5 വർഷമോ 10 വർഷം മുന്നേ കണ്ടിരുന്നു. ഹലോ, അത് 12 വയസ്സായ പെൺകൊച്ചാണ്. അതിന് SLE എന്ന് പറഞ്ഞ അസുഖമുണ്ട്. എന്താ സുഖം? SLE. അതൊന്ന് വിശദീകരിച്ചെന്ന പറഞ്ഞു തന്നാലേ. SLE എന്ന് പറയുന്നത് അത് ഡയബറ്റീസ് ആയിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള ഒരു അസുഖമല്ല. അത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി തരുന്ന ചില ഘടകങ്ങളുണ്ട്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയും. ആ രോഗപ്രതിരോധ ശക്തി തരുന്ന ഘടകങ്ങൾ നമ്മുടെ മറ്റ് ഇൻഫെക്ഷനുകൾ, ബാക്ടീരിയ, വൈറസിനെതിരെ ശരീരം തന്നെ പ്രതിരോധിക്കേണ്ട ഘടകങ്ങളാണ്. അത് ശരീരത്തിന്റെ തന്നെ അവയവങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് ഉണ്ടാവാം. അതിന്റെ ഈ SLE എന്ന് പറഞ്ഞ രോഗത്തിൽ തന്നെ പാൻക്രിയാസിനെതിരെ, ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിനെതിരെ ഉള്ള രോഗം ശരീരം തന്നെ അതിനെതിരെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡയബറ്റീസും വരാൻ സാധ്യതയുണ്ടാണ്. പൂർണ്ണമായിട്ടും മാറാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും മരുന്നുകൾ കൊണ്ട് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ പലപ്പോഴും പറ്റാറുണ്ട്. നമുക്കൊരു ഇപ്പോഴത്തെ ഒരു കാലയളവില് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് എല്ലാ കുട്ടികൾക്കും തന്നെ ഉണ്ടെന്ന് പറയാം, ഒരുവിധം ഭൂരിഭാഗം കുട്ടികൾക്കും. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു കാരണമാണോ ശരിക്കും പ്രമേഹം ഉണ്ടാവാനായിട്ട്? കുട്ടികളിലെ ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് പ്രമേഹത്തിനെ നയിക്കാൻ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്ന പല സ്റ്റഡീസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവരുടെ ഭക്ഷണ രീതിയിൽ ഒരു നിയന്ത്രണം, അതായത് അതും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആവുന്നത് തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം വരാനുള്ള സാധ്യത കൂട്ടിക്കൊടുത്തോണ്ടിരിക്കുക. അപ്പം അവരെ എന്ത് രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം, അതുപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ജങ്ക് ഫുഡ്സ് എന്ന് പറയില്ലേ, ഞങ്ങളുടെ ഈ പിസ്സ, ബർഗേഴ്സ്, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് നിയന്ത്രിക്കുക. അവരോട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അതായത് ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കാതിരിക്കുക. അതുപോലെ അമിതമായി മധുര പലഹാരങ്ങൾ, ഇപ്പം നമുക്ക് കണ്ടമാനം മധുര പലഹാരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സ്വീറ്റ്സ് എന്നല്ല, പേസ്ട്രീസ്, അത് ഇത് ഡോണറ്റ്സ്, അങ്ങനെ പറഞ്ഞ് ഐസ്ക്രീംസ് എല്ലാം
വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു ഐസ്ക്രീം പാർലർ നിർബന്ധമായിട്ടും കാണും. അത് ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മധുരം കൂടുതൽ ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യമാണ് പഞ്ചസാര കൂടുതൽ കഴിക്കരുത്, അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ കൂടുതൽ കഴിക്കരുത്, കഴിച്ചാൽ ഇതുപോലെ ഡയബറ്റീസിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയാണ്? ശരിക്കും ഇപ്പം മധുരം തീരെ കഴിക്കാത്ത ആൾക്കാരിൽ ഡയബറ്റീസ് കണ്ടുവരാറുണ്ട്. ഒരു കാരണം പാരമ്പര്യമായിട്ട് അച്ഛനമ്മമാർക്കുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മധുരം കഴിക്കണമെന്നില്ല, നമ്മൾ ചോറ് അങ്ങനെ ഊർജം കൂടുതൽ അടങ്ങി അല്ലെങ്കിൽ വറുത്ത പലഹാരങ്ങള് അല്ലെങ്കിൽ ചോറ് പോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇങ്ങനത്തെയൊക്കെ നമ്മളുടെ ശരീരത്തിന് ഉപയോഗിക്കാവുന്നതിലും അധികം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ, വ്യായാമവും ഒട്ടും തന്നെ ഇല്ലെങ്കിൽ, ഈ ഊർജം ശരീരത്തിൽ വന്നത് ശരീരത്തിന് ആവശ്യമുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ആവശ്യത്തിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താ ചെയ്യണ്ടേ? അപ്പൊ നമ്മളുടെ ശരീരം അത് പതുക്കെ പതുക്കെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അവര് വണ്ണം വെക്കാനും സാധ്യതയുണ്ട്. തീരെ മെലിഞ്ഞ പ്രകൃതം ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഘടന തന്നെ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത തീർത്തും ഇല്ല എന്നൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഹലോ ഹലോ, ഞാൻ കുര്യൻ ജോർജ് ഫ്രം നാട്ടിക. കുട്ടി 2 വയസ്സായിട്ടുണ്ട്. ആ കൊച്ചിന് അതായത് ഇത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ നമുക്ക് അത് വരാതിരിക്കാനുള്ള എന്താ കാര്യങ്ങൾ നോക്കേണ്ടത്? ഡോക്ടർ അതൊന്ന് 2 വയസ്സായ കുട്ടിയല്ലേ? അതെ, 2 വയസ്സായ കുട്ടിയാണ്. പക്ഷേ ഭക്ഷണങ്ങൾ എന്തെങ്കിലും റിസ്ട്രിക്ട് ചെയ്യണോ? അത് മീൻസ് മധുരമൊക്കെ വളരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിലും കൂടി വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഫസ്റ്റ് അപ്പിയറൻസിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? വയസ്സിലോ? അത് കുടുംബത്തിലെ ഡയബറ്റീസ് ഉള്ളതാണോ? അതായത് അല്ല, അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, നിങ്ങൾക്ക് മാതാപിതാക്കൾക്കോ അങ്ങനെ? ഇല്ല, മാതാപിതാക്കൾക്ക് ഇല്ല. പക്ഷെ എങ്കിലും കൂടി കുട്ടിയുടെ ചിലപ്പോ ക്ഷീണം വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് ഫേസിന് ക്ഷീണം പോലെ തോന്നും. അല്ല, 2 വയസ്സായ ഒരു കുട്ടിക്ക് ഒരിക്കലും നമ്മൾ പ്രമേഹം വരരുത് എന്ന് കരുതി ഭക്ഷണം ഒരിക്കലും നിയന്ത്രിക്കരുത്. കുട്ടി ആവശ്യപ്പെടുന്ന ഇല്ല. അല്ല, ഇപ്പൊ നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം കൊടുക്കാം? അല്ല, അത് സാധാരണഗതിയിലുള്ള നമ്മൾ ഭക്ഷണം കൊടുക്കാം. പക്ഷെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 വയസ്സ് ഇനി അങ്ങോട്ടെങ്കിലും കുട്ടിയെ സ്വതന്ത്രമായിട്ട് കളിക്കാൻ വിടണം. പഠനത്തില് മാത്രമല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. പലപ്പോഴും സ്കൂളിൽ പോകുന്ന പ്രായം വളരെ കിൻഡർഗാർട്ടൻ തൊട്ട് തന്നെ ഇപ്പൊ ട്യൂഷനും അങ്ങനെയുള്ള കുട്ടിയുടെ കളികളെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം വന്നിരിക്കുന്നു. അത് കളികൾ തന്നെ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലോ ടിവിക്ക് മുന്നിലോ ഇരിക്കുന്ന ആ രീതിയിലാകാതെ കുട്ടിക്ക് ഓടിക്കളിക്കാനും മറ്റതും അങ്ങനത്തെ ഒരു ശീലം. പിന്നെ ഭക്ഷണത്തിന്റെ ശീലങ്ങളും അല്ല, കുട്ടി ആവശ്യപ്പെടുന്ന ഒരു കൊടുക്കുന്ന ഭക്ഷണം, പക്ഷെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ ശൈലി കുട്ടിക്ക് വളർത്തിയെടുക്കാൻ. അതായത് ചെറുപ്പത്തില് നമ്മള് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ. അപ്പൊ കുട്ടിയുടെ ഭക്ഷണശീലങ്ങളില് അവന്റെ ടേസ്റ്റ് നമ്മള് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിനായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാ പച്ചക്കറികളും ചെറുപ്പത്തിലെ കഴിച്ച് ശീലിപ്പിക്കാൻ സമ്മതിക്കുക. ദുശാഠ്യങ്ങൾ ഉണ്ടാവും, കുട്ടികളാവുമ്പോൾ പലപ്പോഴും ശാഠ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ പറയുന്ന സ്വീറ്റ്സും ബിസ്ക്കറ്റുകളും അങ്ങനെയുള്ള മാത്രം വാങ്ങി കൊടുക്കാതെ എല്ലാം ഒരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം കുട്ടിക്ക് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഭക്ഷണത്തില് റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.